എല്ലാവർക്കും നമസ്കാരം. സാമാന്യം ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും മലയാളപ്പൊരുൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. നമ്മുടെ മലയാളത്തിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് കുറച്ച് തെറ്റായ ധാരണകൾ മലയാളികൾക്കുണ്ട്. മലയാളം തെറ്റായി ഉപയോഗിച്ചാലും അത് തെറ്റാണ് എന്ന് തിരിച്ചറിയാതെ അത് നിരന്തരം ഉപയോഗിക്കുകയും പ്രയോഗ സാധുത എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നൊരു പതിവുണ്ട്. അതേസമയം ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയുമില്ല. ഇംഗ്ലീഷിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയാൽ ഉടനെ തന്നെ അത് തിരുത്താനുള്ളൊരു പ്രവണത മലയാളിക്കുണ്ട്. മലയാളമായാൽ അത് വേണ്ട, അത് എങ്ങനെയെങ്കിലും പ്രയോഗിച്ചാൽ മതി, ആശയ സംവേദനം മാത്രം നടത്തിയാൽ മതി എന്നുള്ള ഒരു മട്ടാണ് മലയാളിക്കുള്ളത്. തീർച്ചയായും ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരം കൂടിയാണ്. അപ്പോൾ ഏറ്റവും നല്ല വാക്കുകൾ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു തിരിച്ചറിവ് മലയാളിക്ക് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും പൊതുവേദികളിലും മറ്റും ധാരാളം തെറ്റുകൾ വരുന്നത് നമുക്ക് കാണാം. ചില ആളുകൾ ഈ പൊതുവേദികളിൽ പ്രസംഗിക്കാനും മറ്റും കയറുമ്പോൾ അവർ പറയും, നമ്മുടെ മുഖ്യ അതിഥിക്ക് ഹാർദവമായ സ്വാഗതം അല്ലെങ്കിൽ ഹാർദവമായ ആശംസകൾ നേരുന്നു എന്നൊക്കെ പറയും. വാസ്തവത്തിൽ ഹൃദയത്തിൽ നിന്നുള്ളത് അല്ലെങ്കിൽ ഹൃദയപൂർവ്വം എന്നുള്ള അർത്ഥത്തിൽ ഹാർദം എന്ന് പറഞ്ഞാൽ മതിയാകും. ആവശ്യമില്ലാതെയാണ് ഹാർദവം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഉന്നത നിലയിലുള്ള ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾ പോലും ഇത് പ്രയോഗിച്ച് കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ അർത്ഥമറിയാതെ പ്രയോഗിക്കുന്ന പല വാക്കുകളുണ്ട്. അത്തരത്തിലുള്ള മറ്റൊരു വാക്കാണ്, നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ചെലവ് എന്നുള്ളത്. ചെലവിന് പകരം ചിലവ് എന്നുപയോഗിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ വരുന്നത് വരവ്, ചെല്ലുന്നത് ചെലവ് എന്നുള്ളതാണ് ശരിയായ രീതി. അപ്പോൾ വരവ് ചെലവ് എന്ന് പറയുന്നതിന് പകരം പലപ്പോഴും വരവ് ചിലവ് എന്ന് പറഞ്ഞ് കാണാറുണ്ട്. ഒരു ചെറിയ ഒരു തെറ്റാണെങ്കിൽ പോലും അത് മനസ്സിലാക്കാതിരിക്കുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത്ര ശരിയായ ഒന്നാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ സാധാരണ കാണുന്ന മറ്റൊരു വാക്കാണ് ആജാനബാഹു. ആജാനബാഹുവായ മനുഷ്യൻ എന്ന് പറയാറുണ്ട്. നല്ല ഉയരമുള്ള ആളിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആജാനബാഹു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാക്കില്ല. ജാനു എന്ന വാക്കിന് മുട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ കാൽമുട്ടോളം കൈ നീളമുള്ള ആൾ എന്ന് പറഞ്ഞാൽ അത്രയും ഉന്നതനായ ആളെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആജാനബാഹു എന്നല്ല ആജാനുബാഹു എന്നാണ് പറയേണ്ടത്. പക്ഷെ പലപ്പോഴും അത് തെറ്റിച്ച് പറയുന്നതായി കണ്ടിട്ടുണ്ട്. ഇതുപോലെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ പലരും ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. വേറൊരു വാക്കാണ് രാഷ്ട്രീയപരം അല്ലെങ്കിൽ സാമൂഹ്യപരം എന്നൊക്കെ പറയുന്നത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്രീയം, പിന്നെ ഒരു പരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സമൂഹത്തെ സംബന്ധിക്കുന്നത് സാമൂഹികം ആണ്. അപ്പോൾ അതിന് പകരം സാമൂഹ്യപരം, രാഷ്ട്രീയപരം എന്നൊക്കെ, സാമുദായികപരം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സമുദായത്തെ സംബന്ധിക്കുന്നത് സാമുദായികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പലപ്പോഴും അർത്ഥം മനസ്സിലാക്കാതെ ഇങ്ങനെ ധാരാളം വാക്കുകൾ മലയാളി സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ വേറൊരു വാക്ക് പറഞ്ഞാൽ ഇപ്പം യാദൃച്ഛികം എന്ന വാക്ക്, യാദൃച്ഛികം എന്നുള്ള അച്ഛൻ എന്നെഴുതുന്ന ഛായും കൂടെ ചേർന്ന വാക്കാണ് യാദൃച്ഛികത്തിൽ ഉപയോഗിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും യാദൃശ്ചികം ഛായും കൂടെ ചേർത്ത് പ്രയോഗിക്കാറുണ്ട്. എതിർച്ഛയാ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ഛയ്ക്കല്ലാതെ സംഭവിക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ യാദൃച്ഛികം എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇത് പലപ്പോഴും തെറ്റിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ നമ്മൾ സാമാന്യ വ്യവഹാരത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് കണ്ടും കേട്ടും പഠിക്കുന്ന പുതുതലമുറയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ് എന്ന് വിചാരിച്ചു പോവുകയും അവരിത്തരം പ്രയോഗങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. വാസ്തവത്തിൽ മലയാളിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം മലയാളത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു തെറ്റും ശരിയും സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വേർതിരിച്ചറിയാനുള്ള ഒരു ശ്രമം നടത്താറില്ല. എങ്ങനെയെങ്കിലും ഉപയോഗിച്ചാൽ മതി, പരസ്പരം ആശയവിനിമയത്തിന് മാത്രമുള്ളതാണ് ഭാഷ എന്നുള്ള ഒരു നിശ്ചയം ഉണ്ട്. ഇത് തീർച്ചയായും നമുക്ക് പ്രോത്സാഹിപ്പിക്കത്തക്കതല്ല. പക്ഷെ നമ്മുടെ പണ്ഡിതന്മാർ തന്നെ പലരും പ്രയോഗ സാധുത എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാക്കുകൾക്ക് ഇത്തരത്തിൽ അംഗീകാരം കൊടുത്തു കാണുന്നുണ്ട്. അത് ശരിയായ ഒരു പ്രവണത അല്ല എന്നാണ് മലയാള പൊരുളിന് പറയാനുള്ളത്. വീണ്ടും മറ്റൊരവസരത്തിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.